ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കഥയാണ്. ഒരിക്കൽ ഒരു കുഴിമടിയൻ കുട്ടി തൻ്റെ നഖം വെട്ടി മുറ്റത്തിട്ടു. അതിലേ പറന്നു വന്ന ഒരു കിളി അത് നഖമാണെന്നറിയാതെ കൊത്തിത്തിന്നു. പിറ്റേന്ന് തീറ്റ തേടി യാത്ര പുറപ്പെടാൻ നേരത്ത് കിളികളുടെ നേതാവ് പറഞ്ഞു, അങ്ങനെ എല്ലാ കിളികളും ഒന്നിച്ച് ഒരിടത്തേക്ക് പറന്നു. പക്ഷേ അന്നത്തെ ദിവസം അവർക്ക് ഒന്നും തിന്നാൻ കിട്ടിയില്ല. എല്ലാ കിളികളും സങ്കടത്തോടെ മടങ്ങി. അടുത്ത ദിവസം പുറപ്പെടുന്നതിന് മുൻപ് നേതാവ് പറഞ്ഞു, അതിനുള്ള ശിക്ഷയാകാം ഇന്നലെ നമുക്ക് കിട്ടിയത്. ഏതായാലും ഇന്ന് നമുക്ക് 2 സംഘമായി പിരിഞ്ഞ് തീറ്റ തേടാൻ പോകാം. അവർ ആകെ 16 കിളികളുണ്ടായിരുന്നു. അന്നവർ 8 പേർ വീതമുള്ള 2 സംഘമായി പിരിഞ്ഞ് 2 ഇടത്തേക്ക് തീറ്റ തേടി പറന്നു. നഖം തിന്ന കിളി ഉൾപ്പെട്ട സംഘത്തിന് അന്നും തീറ്റയൊന്നും കിട്ടിയില്ല. എന്നാൽ മറ്റേ സംഘത്തിന് അന്ന് വയറു നിറയെ തീറ്റ കിട്ടി. തീറ്റ കിട്ടാത്ത കിളികൾ പിറ്റേന്ന് എന്തു ചെയ്തെന്നോ? അവർ വീണ്ടും 4 പേർ വീതമുള്ള 2 സംഘമായി പിരിഞ്ഞു. അന്നും അതേ ദുർവിധി ആവർത്തിച്ചു. നഖം തിന്ന കിളി ഉൾപ്പെട്ട സംഘത്തിന് തീറ്റയൊന്നും കിട്ടിയില്ല. തീറ്റ കിട്ടാത്ത 4 പേരും പിറ്റേ ദിവസം വീണ്ടും 2ആയി പിരിഞ്ഞു. അതായത് 2 കിളികൾ വീതം. നഖം തിന്ന കിളിക്കും അവൻ്റെ കൂട്ടുകാരനും അന്നും ഒന്നും തിന്നാൻ കിട്ടിയില്ല. ഒടുവിൽ നഖം തിന്ന കിളിയും മറ്റേ കിളിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീറ്റ തേടാൻ പുറപ്പെട്ടു. അന്ന് മറ്റേ കിളിക്കു മാത്രം തീറ്റ കിട്ടി. അതോടെ തങ്ങളുടെ കൂട്ടത്തിൽ അരുതാത്തത് ചെയ്ത കിളി ആരെന്ന് എല്ലാവർക്കും ബോധ്യമായി. പറയൂ, നീ എന്തു തെറ്റാണ് ചെയ്തത്? എല്ലാവരും കൂടി അവനെ ചോദ്യം ചെയ്തു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും താൻ ചെയ്ത തെറ്റ് എന്തെന്ന് അവന് പിടികിട്ടിയില്ല. മടിയനായ ഒരു മനുഷ്യക്കുട്ടിയുടെ വീട്ടുമുറ്റത്തു നിന്ന് ഞാൻ 5 ദിവസം മുൻപ് അറിയാതെ ഒരു നഖം കൊത്തി തിന്നിരുന്നു. പക്ഷേ അതൊരു പാപമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവസാനം അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും സങ്കടം വന്നു. അവരെല്ലാം ചേർന്ന് ഭക്ഷണമെത്തിച്ച് അവൻ്റെ വിശപ്പ് മാറ്റി. പിന്നെ മടിയനായ ആ മനുഷ്യക്കുട്ടിയുടെ വീട്ടിലേക്ക് അവർ പറന്നു ചെന്നു. കിളികളുടെ നേതാവ് മടിയൻ കുട്ടിയോട് പറഞ്ഞു, അശ്രദ്ധയും മടിയും കൊണ്ട് നീ ചെയ്യുന്ന ഓരോ കാര്യവും മറ്റുള്ള ജീവികൾക്ക് എന്തെല്ലാം ദുരിതമുണ്ടാക്കുന്നു എന്ന് കണ്ടില്ലേ? നീ വലിച്ചെറിഞ്ഞ വെറും ഒരു നഖം കാരണം ഞങ്ങൾ ഇത്രയും കാലം എത്ര വിഷമിച്ചെന്നോ? അപ്പോൾ ഓരോ ദിവസവും മനുഷ്യർ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഞങ്ങൾ പ്രകൃതിയിലെ ഓരോ ജീവിക്കും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഊഹിച്ചു നോക്കൂ. വീട്ടുതിണ്ണയിലിരുന്ന കുട്ടി കുറ്റബോധത്തോടെ മുഖം കുനിച്ചു.